71ാമത് നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് ആലപ്പുഴയിലെ പുന്നമടയിൽ തുടക്കം. ജലരാജാക്കന്മാരുടെ വേഗപ്പോര് പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വള്ളംകളി ഉദ്ഘാടനം ചെയ്യും. വള്ളംകളിയുടെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ശ്രീകുമാർ ചേരുന്നു. അതിന് കോരിച്ചൊരിയുന്ന മഴയും അവഗണിച്ചുകൊണ്ട് പതിനായിരങ്ങളാണ് പുന്നമഴയുടെ ഇരുകരകളിലും ഇങ്ങനെ ആവേശം കൊണ്ട് ഇങ്ങനെ ജ്വലിപ്പിക്കുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളെല്ലാം പൂർത്തിയായി. അല്പസമയത്തിനകം ഏതാണ്ട് 2 മണിക്ക് തന്നെയാണ് ഈ 71ാമത് നെഹ്റു ട്രോഫി മത്സരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ 71ാമത് നെഹ്റു ട്രോഫി മത്സരങ്ങൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. മന്ത്രി PA മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളാണ് ആരംഭിക്കുക. 6 ഹീറ്റ്സുകളായിട്ടാണ് മത്സരം നടക്കുക. 4 ട്രാക്കുകളാണുള്ളത്. ആദ്യത്തെ 4 ഹീറ്റ്സുകളിൽ 4 വള്ളങ്ങൾ വീതവും, 5ാമത്തെ ഹീറ്റ്സിൽ 3 വള്ളങ്ങളും, 6ാമത്തെ ഹീറ്റ്സിൽ 2 വള്ളങ്ങളും എന്നുള്ള ക്രമത്തിൽ 21 ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. വലിയൊരു ആവേശമാണ്. ഈ ചരിത്രം തിരുത്തിക്കുറിച്ച നെഹ്റു ട്രോഫിയുടെ ഒരു വലിയ പരമ്പര തന്നെയുണ്ട്. ആ ഒരു ചരിത്രം പരിശോധിച്ചാൽ തന്നെ അറിയാം. കാരിച്ചാൽ വലിയ ചരിത്രത്തിനുടമയാണ്. ഏതാണ്ട് 16 തവണ ജേതാക്കളായ ചുണ്ടൻ വള്ളമാണ്. അതോടൊപ്പം തന്നെ നടുഭാഗമുണ്ട്. ഇപ്പോൾ PBC ഉണ്ട്, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. കഴിഞ്ഞ തവണ 2018, 2019, 2022, 2023, 2024 വിവിധ ചുണ്ടൻ വള്ളങ്ങളെ ജയിപ്പിച്ചിട്ടുണ്ട്. ഇക്കുറി ഈ PBC വള്ളം തുഴയുന്നത് മേൽപ്പാടം വള്ളമാണ്. നമ്മുടെ ഗാലറികളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഗാലറികളൊക്കെ ഈ ഓരോ ചുണ്ടൻ വള്ളങ്ങളുടെയും ഈ ഫാൻസ് അസോസിയേഷനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ഈ ഒരു പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ വലിയൊരു ആരാധകരാണുള്ളത്. എങ്ങനെയുണ്ട് മത്സരം? 3 പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ കരക്കാർ ആവശ്യപ്പെടുത്തിയ വള്ളമാണ് മേൽപ്പാടം ചുണ്ടൻ. കേരളത്തിലെ ഏറ്റവും മികച്ച ബോട്ട് ക്ലബ്ബുമായി കൈകോർത്ത് നമ്മൾ വരുമ്പോൾ റെക്കോർഡ് ടൈമോടെ കപ്പ് പള്ളാത്തുരുത്തി മേൽപ്പാടത്തിലേക്ക് എത്തിക്കുമെന്ന് ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഉറച്ച ആത്മവിശ്വാസമുണ്ട്. എങ്ങനെയുണ്ട് ആവേശമൊക്കെ? എങ്ങനെയുണ്ട് ആവേശം? നിങ്ങൾ കാണുന്നില്ല ഈ ആവേശം തന്നെ. ഇത് വിവിധ ജാതി മതസ്ഥരെ ഇടകലർന്ന് നിന്നിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഐക്യത്തിന്റെ കാഹളമല്ലേ ഈ കാണുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു ആവേശം എന്താ? എങ്ങനെ വഞ്ചിപ്പാട്ടാണോ? എങ്ങനെയാണ് കാണിക്കുന്നത്? ഞങ്ങളുടെ വള്ളം ജയത്തിൽ കുറഞ്ഞ അപ്പൊ അതായിക്കോട്ടെ. ഇങ്ങനെ വലിയൊരു ആവേശമാണ് നമുക്ക്. എന്തായാലും ഇക്കുറി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴയുന്നത് മേൽപ്പാടം ചുണ്ടനാണ്. ഈ മേൽപ്പാടം ചുണ്ടൻ കപ്പടിക്കുമെന്നുള്ള വലിയൊരു പ്രതീക്ഷ വെച്ച് പുറത്തുന്നു. എന്നാൽ പോലും കാരിച്ചാലുണ്ട്, നടുഭാഗമുണ്ട്, അങ്ങനെ വലിയ വള്ളങ്ങൾ മത്സരിക്കാനുണ്ട്. ഏതാണ്ട് 21 ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. മത്സരത്തിന് ചില നിയമാവലികളൊക്കെ ഉണ്ട്. അത് സെക്കൻഡുകളും മിനിറ്റുകളും അതുപോലെ തന്നെ മൈക്രോ സെക്കൻഡുകളുടെയും കണക്കാക്കിയാണ് മത്സരത്തിലെ വിജയികളെ നിശ്ചയിക്കുന്നത്. ഇത് ഒരേ സമയം എത്തുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നറുക്കെടുപ്പായിരിക്കും. നറുക്കെടുപ്പിലൂടെ 6 മാസം ഒരു വിജയിയും അടുത്ത 6 മാസം അടുത്ത വിജയിയുമായിരിക്കും ഉണ്ടാകുക. എന്തായാലും നിയമ കാലാവധി, അതായത് നിയമം ലംഘിക്കുന്ന ബോട്ടുകാർക്കെതിരെയും വള്ളങ്ങൾക്കെതിരെയും ഇവിടെ പരിസരത്തുള്ളവർക്കെതിരെയും കർശനമായ നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ള ഉറപ്പുണ്ട്. എന്തായാലും വലിയ ആവേശമാണ്. നല്ല മഴയാണ് ഈ പുന്നമടയുടെ ഇരുകരകളും. പക്ഷേ മഴയൊന്നും ഒരു പ്രശ്നമില്ല. കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള വിനോദസഞ്ചാരികൾ അടക്കമുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക് ഈ ഒരു വള്ളംകളി വലിയൊരു ആവേശമാണ്. കുട്ടനാടിന്റെ ഒരു സാംസ്കാരിക ഉത്സവമാണ്. അത് വിവിധ കരകൾ തമ്മിലുള്ള വലിയൊരു പോരാട്ടമാണ്. ഒരു വള്ളംകളി സീസൺ തന്നെ തുടക്കം കുറിക്കുകയാണ്. ഈ ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ് നെഹ്റു ട്രോഫി മത്സരങ്ങൾ ആരംഭിക്കുന്നതെങ്കിൽ ഇക്കുറി ഓഗസ്റ്റ് 30-നാണ്, ഈ ശനിയാഴ്ചയാണ് ഇവിടെ മത്സരങ്ങൾ ആരംഭിച്ചത്. സർക്കാരും വിവിധ വകുപ്പുകളുമൊക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിയിരിക്കുന്നത്. ഇവിടെ എത്തുന്നവർക്ക് നിയന്ത്രണങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ തിരിച്ചു പോകുന്ന കാണികൾക്കും വള്ളംകളി പ്രേമികൾക്ക് തിരിച്ചു പോകുന്നതിന് KSRTCയും ബോട്ട് സർവീസും അടക്കമുള്ളതുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അല്പസമയത്തിന് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവ മേളയ്ക്ക് തുടക്കം കുറിക്കും. അവിടെയാണ് ആവേശപൂരം, ജലപൂരം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അങ്ങനെ കരിനാഗങ്ങളെ പോലെ ചുണ്ടൻ വള്ളങ്ങൾ ഇങ്ങനെ കുതിച്ചു പായുന്നത് കാണാൻ ഈ പുന്നമടയുടെ ഇരുകരകളും ഇങ്ങനെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. തികച്ചും ആവേശഭരിതമാണെന്ന് മനസ്സിലാകുന്നു. ശ്രീകുമാർ, വിവരങ്ങൾ നൽകിയതിന് നന്ദി.